നിറഞ്ഞ ഉസ്താദുമാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ സുന്ദരമായ നബിതിരുവേളയിൽ ഖുർആൻ മനുഷ്യകുലത്തിന്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തൗഫീഖ് നൽകിയ നാഥന് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ബഹുമാന്യരെ, പരിശുദ്ധ ഖുർആനിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാർ കാട്ടാള സമൂഹവും ചേർന്ന് ലോകത്തിന് പഠിപ്പിച്ച നീണ്ട കഥകൾ പറയാതിരിക്കാനാവില്ല. ആ പരിഷ്കൃതരും പ്രകൃതക്കാരുമായ ഒരു ജനവിഭാഗമായിരുന്നു ഖുർആനിന്റെ പ്രഥമ അഭിസംബോധിതർ. ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ആ ജനതയെ മാനവ മൂല്യങ്ങളുടെ തിളങ്ങുന്ന മാതൃകളാക്കി വളർത്തിയെടുക്കുകയും പിന്നീട് അവരിലൂടെ ലോക ജനതയ്ക്ക് നന്മയുടെ കൈക്ക് തെളിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അത്ഭുതമായിരുന്നു ലോകം കണ്ടത്. വിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാലദേശ വർഗ ഭാഷാ വിവേചന അതീതമായി മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നുണ്ട്. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, എല്ലാ നിലയിലും അരാജകത്വത്തിൽ ജീവിച്ച് സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനഭാരം നിമിത്തം കുഴിച്ചു മൂടി അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം, അയൽവാസിയുടെ വീട്ടിലേക്ക് തന്റെ ഒട്ടകം കടന്നാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരായിരുന്ന ജനത, താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുഴിമാടത്തിന് മുകളിൽ കുഴിച്ചു വെക്കുന്ന മുന്തിരി വള്ളിയുടെ വേരുകൾ നുരമ്പിക്കൊണ്ടിരിക്കുന്ന അസ്ഥിപഞ്ജരങ്ങൾക്ക് മദ്യത്തിന് ലഹരി പകരമെന്ന് പറഞ്ഞിരുന്ന ജനത, സാമൂഹികമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ലേവലശം നന്മകളില്ലാതിരുന്ന ജനത,